പൊളിഞ്ഞടുങ്ങിയ പിണറായി ഭരണകാലത്തെ വെള്ളപൂശി കാണിക്കുവാൻ പുത്തൻ PR തന്ത്രമാണ് CPMന്റെ കുബുദ്ധിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് കേരളത്തിലെ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഉത്തരമെഴുതിക്കാനായി 5 ലക്ഷം രൂപ വരെ നൽകാനൊരുങ്ങുകയാണ് പിണറായി. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് എന്ന് പേരിട്ട് വിളിക്കുന്ന പക്ക പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പ്രൊജക്ടിന്റെ ചെലവാകട്ടെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് എടുത്തു വീശുന്നത്. അല്ലാതെ തന്നെ സർക്കാരിന്റെ പരസ്യമെന്ന നിലയിൽ കോടികളാണ് ഖജനാവിൽ നിന്നും ഊറ്റുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു പുത്തൻ നീക്കം. ഒറ്റക്കാഴ്ചയിൽ കൊള്ളാം, കുട്ടികൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ തോന്നും. എന്നാൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ നടത്തുന്ന ഈ ക്വിസ് മത്സരത്തിലേക്ക് തയ്യാറാകാനായി ഒരു കൈപ്പുസ്തകം കൂടി സർക്കാർ അച്ചടിച്ച് വിതരണം ചെയ്യുമ്പോൾ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി സർക്കാർ ഇറക്കുന്ന രാഷ്ട്രീയ പ്രൊപ്പഗണ്ട ലേഖനമായിട്ടല്ലാതെ മറ്റെന്തായിട്ടാണ് കാണാൻ കഴിയുന്നത്? ആ പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമായി പിണറായി വിജയനെ തിരികെ കയറ്റി വെച്ചിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന മട്ടിൽ പുട്ടിന് പീര പോലെ കവിതയും സാഹിത്യവും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പെട്രോൾ പമ്പ് മുതൽ റേഷൻ കാർഡ് വരെ തന്റെ തിരുമുഖം തിരികെ കയറ്റിയ മോഡിയെ അതേപടി പകർത്തുന്ന പിണറായി എന്ന ഏകാധിപതിയുടെ രാഷ്ട്രീയ കുതന്ത്രത്തിനായി സർക്കാർ ഖജനാവിനെയാണ് ഇവർ പിഴിയുന്നത്. സ്കൂൾ കുട്ടികളെ 5 ലക്ഷം രൂപ സമ്മാനം കാട്ടി കൊതിപ്പിച്ച് CPMന്റെ രാഷ്ട്രീയ ലഘുരേഖ മുഴുവനും പഠിപ്പിക്കാനുള്ള വഞ്ചനാപരമായ ഈ നീക്കം നടത്തുന്ന സർക്കാർ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നുമില്ല. സ്കോളർഷിപ്പുകൾ അടക്കം പലതും വർഷങ്ങളായി കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഉച്ചഭക്ഷണ തുക ലഭിക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. പൊതുപരീക്ഷ വാല്യുവേഷൻ തുക പോലും നൽകാൻ തയ്യാറാക്കാത്ത സർക്കാരിന്റെ ലക്ഷങ്ങൾ വാഗ്ദാനം നൽകിയുള്ള ക്വിസ് ആശങ്കയോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ മാനസികാവസ്ഥ ഉൾക്കൊണ്ട് പരിപാടി അടിയന്തരമായി പിൻവലിക്കണമെന്ന് KPSTA സംസ്ഥാന കമ്മിറ്റി ഇതിനോടകം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്വർണം കട്ടവരാരാണ് എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് എന്ന് കേരളത്തിലെ ഏത് കുട്ടികളോട് ചോദിച്ചാൽ പോലും മനസ്സിലാകുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ ആകെ ഭയത്തിലാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടില്ലെന്ന് മനസ്സിലാക്കിയ പിണറായിയും കൂട്ടരും പിള്ളേരെ പോലും പണം കാട്ടി മോഹിപ്പിച്ച് അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ പരിപാടികൾ ചമയ്ക്കുന്നതിന്റെ വെപ്രാളത്തിലാണ്. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ? ഇപ്പൊ സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ക്വിസ് മത്സരം, അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു, ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം. നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. ഇത് ചെയ്യരുത്, ഈ പണി ചെയ്യരുത്. പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവാണ്, CPM വോളണ്ടിയർമാർ. സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല. സ്വന്തം കാശ് വേണം. സർക്കാരിന്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാം ഉത്തരവാദികളാവും, അക്കൌണ്ടബിൾ ആവും. സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും. ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമാണ്. വിസ്മയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ വരവായിരിക്കുമോ, അത് UDFന്റെ ഒരു അസറ്റ് ആവുമോ, എങ്ങനെയാണ്? അപ്പൊ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ വിസ്മയം എന്താണെന്ന് വിസ്മയം കാണാൻ വിരലെണ്ണാവുന്ന ദിവസം മാത്രം അല്ലെ? അങ്ങനെ കേരള കോൺഗ്രസിന്റെ മുന്നണി ചർച്ചകൾ വളരെ സജീവമാണ് ഇപ്പോൾ. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ മക്കളേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്ത് ഇപ്പൊ ചോദിക്കരുത്.